ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂയിസ് കമ്പനിയായ റോയൽ കരീബിയൻ്റെ ആന്തം ഓഫ് ദ സീസ് എന്ന ലക്ഷറി കപ്പലിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ത്രീ നൈറ്റ്സ് ആൻഡ് 4 days സിംഗപ്പൂർ, പെനാങ്, ബാക്ക് ടു സിംഗപ്പൂർ. ഇതാണ് നമ്മുടെ ഐറ്റിനറി. ബസ് ടെർമിനലിലെത്തി. ഇവിടെയാണ് നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മുടെ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4500 പാസഞ്ചേഴ്സാണ് ഈ ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നത്. 12:30ക്കും 1നും ഇടയ്ക്കാണ് നമ്മുടെ ചെക്ക് ഇൻ ടൈം. ലോങ് ക്യൂ ആണ്. 2 വരിയായിട്ട് ആൾക്കാർ മുന്നോട്ട് നീങ്ങുന്നു. ആദ്യമേ ബാഗേജ് ചെക്ക് ഇൻ ആണ്. അതിനുവേണ്ടി നമ്മളുടെ ബോർഡിംഗ് പാസ് വേണം. ഈ ബോർഡിംഗ് പാസിലുള്ള നമ്പറാണ് നമ്മുടെ റൂം നമ്പർ. അതാണ് അവർ ബാഗിൽ ടാഗ് ചെയ്യുന്നത്. ഈ ബാഗ് ഇനി റൂമിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് കിട്ടുക. ചെറിയൊരു ഹാൻഡ് ബാഗ് കൈ കരുതാം. അതിൽ അത്യാവശ്യം മെഡിസിൻസും എമർജൻസി സാധനങ്ങളും നമുക്ക് വയ്ക്കാം. അടുത്തതായിട്ട് ഇമിഗ്രേഷനാണ്. അതിനായിട്ട് പാസ്പോർട്ട്, വിസ, ബോർഡിംഗ് പാസ് ഇത്രയെടുത്ത് നമ്മൾ കൈവയ്ക്കണം. ഓഫീസേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് പാസ്പോർട്ടും വിസയും ബോർഡിംഗ് പാസും കൂടെ നമുക്ക് തിരിച്ചു തരും. വളരെ വലിയ ക്യൂ ആണ്. ഇത്രയും മനുഷ്യരുടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്നു. എല്ലായിടത്തും സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നതോടുകൂടി ഇമിഗ്രേഷൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. നടക്കാനായിട്ട് വളരെ അധികമുണ്ട്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ കരുതുക. ഷിപ്പിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. റൈറ്റ് സൈഡായിട്ട് പടുകൂറ്റൻ കപ്പൽ കാണാം. 16 നിലകളാണ് ഇതിനുള്ളത്. ഷിപ്പിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയി എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്നോ ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്, ആന്തം ഓഫ് ദ സീസ് എന്ന് എഴുതിയത്. അതിനോട് ചേർന്ന് തന്നെ ഓരോ ഡെക്കുകളിലും എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ കൺഫ്യൂഷൻ ഒത്തിരി കുറയ്ക്കാം. 16 നിലകളിലെ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറുമ്പോൾ പാട്ടും ബഹളവും വേറൊരു ലോകത്ത് പെട്ട പോലെയാണ്. ടോട്ടൽ കൺഫ്യൂഷനാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. പക്ഷേ പേടിക്കേണ്ട, ഈ കൺഫ്യൂഷനൊക്കെ ഒരു ദിവസം കൊണ്ട് മാറിക്കോളും. ഡെക്ക് നമ്പർ 4ലാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ. അവിടെ പോയി ഞങ്ങൾ ആദ്യമേ തന്നെ വൈഫൈ കണക്ഷൻ എടുത്തു. സാറ്റലൈറ്റ് വൈഫൈ ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവാണ്. ഈ 4 daysലേക്ക് $84 ആയി. അടുത്തതായി സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചുള്ള നോളജിന് വേണ്ടിയിട്ട് റോയൽ തിയേറ്ററിൽ പോകണം. അത് എല്ലാവർക്കും പോകണം. ദാറ്റ്സ് എ മസ്റ്റാണ്. There's a lot of information, details, you can do the activities, everything you can do from the app. Or you can simply scan the QR code where you have the digital copy of Compass where you can plan your day as well. Because as I say, from morning all the way to evening, every day, every moment, everywhere around the ship, we have different activities. All the venues are fully ready for you. നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. ഇനി ലിഫ്റ്റ് കയറി നമ്മൾ ഫുഡിന് പോവാണ്. അത് 14th ഫ്ലോറിലുള്ള വിൻഡ്ജാമറിലാണ്. റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രിയിൽ തന്നെ ഒരു സ്റ്റാഫ് നിൽപ്പുണ്ട്. കൈ കഴുകാതെ ആരും റെസ്റ്റോറൻറ്റിലേക്ക് അവർ കയറ്റി വിടത്തേയില്ല.
ഏകദേശം 4000-ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വലിയ ഹാളാണിത്. നടുക്കായിട്ടാണ് ഫുഡ് കോർട്ട്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. എവിടെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയമെടുക്കും. ആദ്യമേ ഒന്ന് ചുറ്റിക്കറങ്ങി. എല്ലാ രാജ്യക്കാർക്കുള്ള ഫുഡുകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യൻ ഫുഡ് സഹിതം. ദോശ ചൂടോടെ ചുട്ടുതരും. എല്ലാ ടൈപ്പ് ബ്രെഡുകളും ജാമുകളും ക്രോസൻസ് എന്താണ് വേണ്ടത് അതെല്ലാം അവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബ്രെഡ് കൊണ്ടുള്ള ഒരു സൂപ്പർ ആർട്ട് വർക്ക് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് കഴിഞ്ഞു, ഇനി റൂമിലേക്ക്. ടൈറ്റാനിക് മൂവിയെ ഓർമ്മിപ്പിക്കുന്ന നീണ്ട ഇടനാഴി. ഇതിലെ അങ്ങ് നടന്ന് പോകണം. നമ്മുടെ 6134 ആണ്. 6th ഡെക്കിൽ 134 ആണ് റൂം നമ്പർ. നമ്മൾ എത്തിയപ്പോഴേക്കും ബാഗുകളും എത്തി. അത് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കവറിൽ 2 കാർഡാണ്. അതാണ് നമ്മുടെ കീസ്. ഇതിന് പറയുന്നത് സീ പാസ് എന്നാണ്. ഈ ഷിപ്പിലെ നമ്മുടെ എൻ്റയർ യാത്രയിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ സീ പാസ്. ഡോറ് തുറന്ന് നേരെ കാണുന്നത് കടലാണ്. നമ്മുടെ ബാൽക്കണിയെ പോയി നിൽക്കുമ്പോൾ നേരെ കടലിലോട്ടുള്ള വ്യൂ. സൂപ്പർ വ്യൂ തന്നെ. ചെറിയ മുറിയാണ്, പക്ഷെ നീറ്റ്ലി അറേഞ്ച്ഡ്. നല്ല ഒരു വലിയ ബെഡ്, ഫ്ലാറ്റ് TV, കെറ്റില്, ടീ ബാഗ്, പക്ഷേ നോ കോഫി പൗഡർ. ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ലോക്കർ വരെയുണ്ട്. ഈ ഡോറ് തുറക്കുമ്പോൾ ബാത്റൂമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ബാത്റൂം. എന്നാൽ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഷവർ ഉള്ള ചെറിയ ഒരു ബാത്തിങ് ഏരിയ, പക്ഷെ ക്യൂട്ടാണ്, ക്യൂബിക്കിളാണ്. നമ്മളൊരു ഷിപ്പിലാണെന്ന് തോന്നുകയേയില്ല. ഒരു ലക്ഷറി ഹോട്ടലിൽ താമസിക്കുന്ന പോലെ തന്നെ. അങ്ങ് ദൂരെ കാണുന്നതാണ് സിംഗപ്പൂർ പോർട്ട്. നമ്മുടെ ഷിപ്പ് ഇതുവരെ പോർട്ട് വിട്ടിട്ടില്ല. 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഒരു ചെറിയ നാപ്പ്. കപ്പലിനുള്ളിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. See you soon.